ഇപ്പൊ നമ്മൾ ആ തോടിന്റെ അക്കരെ ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്ന് നോക്കിയതിലെല്ലാം ഫുള്ള് വാനിലാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഫുള്ള് വാനിലാണ് കവുങ്ങിന്റെ ഇടയ്ക്കെല്ലാം. പിന്നെ നോക്കിയേ പ്ലാവ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല അതിന്റെ ഇടയ്ക്ക് അതുപോലെ അത് ഒരുവിധം എല്ലായിടത്തും പ്ലാവെല്ലാം ഉണ്ടെന്ന്. ഇനി നമുക്ക് അടുത്ത് കാണാനുള്ളത് എന്താണ്? റബ്ബർ ഏകദേശം 275ഓളം റബ്ബർ ഉണ്ട്. അത് ഈ തോട് നോക്കിയാൽ ഇതിങ്ങനെ ഒഴുകി അങ്ങനെ അതിലെ പോകണം കേട്ടോ. അപ്പൊ നമ്മള് നേരത്തെ കാണിച്ചതല്ല അവിടുന്ന് ആ ഭാഗത്ത് നിന്നപ്പോ. അപ്പൊ ഇനി ഈ ഒരു ഭാഗത്ത് തോടിന്റെ അക്കരെ ഈ ഒരു ഭാഗത്ത് 200ഓളം റബ്ബർ ഉണ്ട്. ഇതിപ്പോ ഏകദേശം അത്യാവശ്യം 200ഓളം ഉണ്ട്. പിന്നെ അതേപോലെ ബാക്കി 75 റബ്ബർ ഈ ഭാഗത്ത് 6ാം വർഷം പ്രായമായത് ഈ ഭാഗത്താണുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇത് പോയി കാണാം. ആദ്യം നമ്മള് റബ്ബർ തോട്ടത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മള് കുറച്ചും കൂടി ഇങ്ങോട്ട് പോയി ഫുൾ ഒന്ന് കാണിക്കാം നമുക്ക്. മുകളിലോട്ട് അതിലൊക്കെ ഒന്ന് പോയി കാണിച്ചു കൊടുക്കാം നമുക്ക്. റബ്ബർ കാണില്ല. റബ്ബർ പറഞ്ഞാൽ അടിപൊളി സൂപ്പർ മുതലാണ്. അത് നോക്കിയാൽ നല്ല 105 ഇനത്തിൽപ്പെട്ട 200ഓളം റബ്ബറാണ്. ഒന്നും എവിടെയും വെട്ടി നാശാക്കുക ഒന്നും ചെയ്തിട്ടില്ല. നല്ല നീറ്റായിട്ട് കിടക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല പാലും ഒക്കെ കിട്ടുന്നത് തന്നെയാണ്. നല്ല നല്ല മരങ്ങൾ അല്ലേ? ടാപ്പിങ്ങിനൊന്നും ഒരു കുറ്റോ ഒരു കുറവോ കാര്യങ്ങളോ പറയാനില്ല. അത്യാവശ്യം നല്ല കിഡിലൻ ടാപ്പിംഗ് തന്നെ. എവിടെയും തട്ടേ മുട്ട അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നല്ല കിഡിലം ടാപ്പിങ്ങും അത്യാവശ്യം നല്ല വണ്ണുള്ള മരങ്ങളും. ഇതേപോലത്തെ 100-200ഓളം റബ്ബർ മരങ്ങളാണ് ഈ ഒരു ഏരിയയിലുള്ളത് കേട്ടല്ലേ. ഇതിപ്പോ അങ്ങോട്ട് മുകളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ 200ഓളം മരങ്ങൾ. ഇനി ഇതിന്റെ ബാക്കി കുറച്ച് മരം അപ്പുറത്താണല്ലോ 6ാം വർഷം പ്രായമായത്. അത് നമുക്ക് അവിടുന്ന് കാണിച്ചു കൊടുക്കട്ടോ. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഒരുവിധം എല്ലാവരും പ്രായം ചെന്ന ആൾക്കാരൊക്കെയാണ് നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്നത്. അപ്പൊ അവരൊക്കെ കുട്ടികളോടൊക്കെ പറഞ്ഞിട്ട് മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം.